ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചീപ്പൊക്കെ വെച്ച് മുടി ഇരുമ്പോൾ അതുപോലെ തന്നെ മുടി ഞാൻ പുറകിൽ അയച്ചിടുമ്പോൾ അതുപോലെ തന്നെ അയച്ചിടുമ്പോഴേക്ക് എൻ്റെ മുടി നിറച്ചു പിന്നെ ഡ്രസ്സിലുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ചീപ്പ് വെച്ചൊക്കെ ഇരുമ്പോൾ ചീപ്പ് നിറച്ചു മുടിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതേ പിന്നെ എൻ്റെ ചീപ്പിൽ ഒട്ടും മുടിയില്ല. അതിനുള്ള അത് എന്താണ് എൻ്റെ മുടി തേച്ചതെന്നുള്ള ഇതാണ് നിങ്ങൾക്കും പറയാൻ വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കൈയൊക്കെ വെച്ച് കൊതുമ്പൊന്നും എൻ്റെ മുടി അങ്ങനെ പോകുന്നില്ല കേട്ടോ. അപ്പോൾ നേരത്തേക്കെന്ന് വെച്ചാൽ നല്ല കട്ടിക്ക് പോകുന്നു. ഇപ്പം അങ്ങനെ പോകുന്നില്ല. ഇപ്പോൾ 2-3 മുടി അതിൽ കൂടുതൽ മുടി പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ പറയുക, നമ്മുടെ മൈലാഞ്ചിപ്പൊടിയില്ലേ, മൈലാഞ്ചിപ്പൊടി അത് ഏത് ബ്രാൻഡാണ് കുഴപ്പമില്ല. ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്, ആയുർവേദ കടയിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു മൈലാഞ്ചിപ്പൊടി, അതുപോലെ തന്നെ ഞങ്ങൾ മുരിങ്ങയില, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ മുരിങ്ങ, ആ മുരിങ്ങയില ഉണക്കി പൊടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചിപ്പൊടിയും മുരിങ്ങയില ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊരു ബോട്ടിലാക്കി വെക്കും കേട്ടോ. കാരണം ഞാനിത് ആഴ്ച 2 തവണ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ആഴ്ചയിൽ അപ്പോൾ ഞാൻ 2 തവണ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബൗളിലാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കട്ടൻ ചായ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ വിടും. അതായത് നമ്മൾ കട്ടൻ ചായ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ വെക്കും. അത് അര ഗ്ലാസ് ആവണം വരെ, അര ഗ്ലാസ് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത്രയും കട്ടൻ ഞാൻ 2 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ടതിന് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതാണ് അത്രയും കടുപ്പത്തിലുള്ളത് കേട്ടോ. അതിന് ശേഷം ഞാൻ ഇത് ഈ 3 കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി എടുക്കണം കേട്ടോ. ഇത് ഇളക്കുമ്പോൾ ഇങ്ങനെ പൊടി പോലെയൊക്കെ ഇങ്ങനെ പറക്കും. കാരണം മൈലാഞ്ചിപ്പൊടി ആ പൊടിയല്ലേ, നമ്മുടെ മുരിങ്ങയിലല്ല. അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ ഇത് വരാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്നാൽ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലോണം കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇത് ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചായ നല്ല ഉമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അവൾ കളിക്കുകയാണ്, അതിൻ്റെ ഇടയിലാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശേഷം ഞാൻ ഇളക്കി ഒരു 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്ത് വെച്ചു. റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മുടി എടുത്തിട്ട് എന്താ പറയുക, ഒരേ പാർട്ടാക്കിയിട്ടാണ് ഞാൻ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ മുടി എടുത്തിട്ട് ഒരു പാർട്ടായിട്ടാണ് ഞാൻ മുടിയിൽ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബ്രഷ് ഇട്ട് ചെയ്യുക കേട്ടോ. മൈലാഞ്ചി പൊടി ആകുമ്പോൾ മൈലാഞ്ചി കളറാവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് മുടി പാർട്ടാക്കിയിട്ട് ലെയറായിട്ട് ഞാൻ മുടിയിലൊന്ന് തേച്ച് കൊടുക്കുന്നു കേട്ടോ. തേച്ചതിന് ശേഷം ഞാൻ ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. കാരണം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. വേഗം പോയി കഴുകരുത്. അതുപോലെ തന്നെ നമ്മൾ കഴുകുമ്പോൾ സോപ്പും ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാൻ നിൽക്കരുത്. സാധാ നമ്മൾ കഴുകി എടുക്കണ പോലെ നമ്മൾ വാഷ് ചെയ്യണം, കഴുകിയാൽ മതി കേട്ടോ. അല്ലാണ്ട് നമ്മൾ സോപ്പും ഇതൊക്കെ ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്താ പറയുക, വെറുതെ ഒന്ന് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകണ പോലെ തന്നെ കഴുകിയെടുത്താൽ മതി കേട്ടോ. നല്ലോണം തേച്ചൊഴി നമ്മൾ കഴുകിയെടുത്താൽ മതി. കഴുകിയതിന് ശേഷം നമ്മൾ മുടി ഒന്ന് കൈ വെച്ച് കോതി നോക്കാം മുടി പോകുന്നുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ എനിക്ക്